പൂരം നടത്തിപ്പിലെ ഹൈക്കോടതി ഉത്തരവിനെ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി എതിർത്തെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥതല യോഗത്തിലായിരുന്നു സെക്രട്ടറിയുടെ വിമർശനം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും എബി തോമസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എബി, ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു സെക്രട്ടറി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി എതിർത്തെന്നുള്ള, ഹൈക്കോടതിയുടെ ഉത്തരവിനെ എതിർത്തെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഈ അമിക്കസ് ക്യൂറി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു വിമർശനം പാറമേക്കാവ് വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ സെക്രട്ടറിക്കെതിരെ ഉള്ളത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പൂരം നടത്തിപ്പിലെ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ദേവസ്വം സെക്രട്ടറിയുടെ വിമർശനം ഉണ്ടായിട്ടുള്ളതെന്നാണ്. നിരവധിയായിട്ടുള്ള ഈ ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഘത്തെ തന്നെ ഹൈക്കോടതി ചുമതലപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഘം, അതായത് ഉദ്യോഗസ്ഥ സംഘം നടത്തിയിട്ടുള്ളൊരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിലാണ് ദേവസ്വം സെക്രട്ടറി ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെതിരെ പോലും നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് അമിക്കസ് ക്യൂറി തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആനകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം നടന്നു. സെക്രട്ടറിയുടെ വിമർശനം ഈ ഘട്ടത്തിലാണ് ഉണ്ടായത്. ഒപ്പം തന്നെ അമിക്കസ് ക്യൂറി ഹൈക്കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം ആ യോഗത്തിൽ പറഞ്ഞത് നിരവധിയായിട്ടുള്ള പൂരങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ തൃശ്ശൂർ പൂരത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ആനകളുടെ പരിശോധന, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നിബന്ധനകൾ കർശനമാക്കുന്ന നടപടി ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത് തൃശ്ശൂർ പൂരത്തിൽ മാത്രമാണ് എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. മറ്റൊരു പൂരങ്ങളുമായി ബന്ധപ്പെട്ടും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടും ആനകളുടെ ഫിറ്റ്നസ് പരിശോധന സംബന്ധിച്ച് ഒരു തരത്തിലുള്ള നടപടിയും ഇത്തരത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉണ്ടായി. ഒപ്പം തന്നെ ഇത്തവണത്തെ പൂരത്തിൽ ഈ ആനകളിൽ നിന്നും 6 മീറ്റർ ദൂരത്തിൽ വേണം മേളക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, മേളക്കാരും ഒപ്പം തന്നെ ആളുകളും ഈ ആനകളുടെ 100 മീറ്റർ പരിധിക്ക് അപ്പുറമേ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കർശന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതൊരു തരത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ഈ യോഗത്തിൽ സെക്രട്ടറി എടുക്കുന്നൊരു നിലയുണ്ടായി. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ ഗൗരവമുള്ളതാകും. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി സെക്രട്ടറി പറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ദേവസ്വം സെക്രട്ടറി, ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം സെക്രട്ടറി നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചിരുന്നു. പക്ഷേ അത് ഈ ഹൈക്കോടതി ഉത്തരവിനെ പൂർണ്ണമായി അംഗീകരിക്കുമെന്നും അത് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള തരത്തിലുള്ള നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. പക്ഷേ ദേവസ്വം സെക്രട്ടറി ഇപ്പോൾ എടുക്കുക, അതായത് ഈ യോഗത്തിലെടുത്തിരിക്കുന്ന നിലപാട് ഹൈക്കോടതിയിൽ ദേവസ്വം അഭിഭാഷകൻ പറഞ്ഞ നിലപാടിനെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളൊരു വിമർശനം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വടക്കുന്നാഥ് ക്ഷേത്രത്തിൽ ചെരുപ്പ് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ചെരുപ്പ് വിലക്കിയ ഉത്തരവിനെ വിമർശിച്ചുകൊണ്ട് തന്നെയുള്ളൊരു നടപടിയാണ്. വടക്കുന്നാഥ് ക്ഷേത്രത്തിൽ ചെരുപ്പ് വിലക്കിയ ഉത്തരവിനെയും സെക്രട്ടറി വിമർശിച്ചു. ചെരുപ്പിടാതെ നടക്കാൻ അമിക്കസ് ക്യൂറിയോട് സെക്രട്ടറി ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് അമിക്കസ് ക്യൂറി തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വളരെ ഗൗരവമായിട്ടുള്ളൊരു പരാമർശം ഇതുമായി ബന്ധപ്പെട്ട് ഈ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ നാട്ടാനകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നാട്ടാനയുടെ കാര്യം കോടതിയുടെ പരിഗണനയിലുള്ള നായക്കേസുമായി കൂട്ടിക്കെട്ടാൻ ആകില്ല എന്നുള്ളൊരു പരാമർശം ഈ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് വളരെ ഗൗരവമുള്ളൊരു പരാമർശം തന്നെയായിട്ടാണ് അമിക്കസ് ക്യൂറി അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ശ്രുതി, വ്യക്തമാണ്, വലിയ രീതിയിലുള്ള വിമർശനമാണ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങളാണ് എബി തോമസ് നൽകിയത്.